ഇന്നത്തെ വീഡിയോയിൽ സാധാരണ ഫേണിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫേണിനെ നമുക്ക് പരിചയപ്പെടാം. മഴക്കാലത്ത് നന്നായി വളരുന്ന സസ്യങ്ങളിൽ ഒന്നാണ് ഫേണുകൾ. ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഈ സസ്യങ്ങളുടെ പ്രൊപ്പഗേഷനും മഴക്കാലത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് റാബിറ്റ് ഫുഡ് ഫേൺ. ഇവയുടെ രോമമുള്ള റൈസോമുകൾ മുയലിൻ്റെ പാദത്തോട് സാമ്യമുള്ളതുകൊണ്ടാണ് ഈ ഫേണിന് റാബിറ്റ് ഫുഡ് ഫേൺ എന്ന പേര് വന്നത്. ഇതൊരു എപ്പിഫൈറ്റാണ്, അതായത് മണ്ണില്ലാതെ മരങ്ങളുടെ ഇടയിലും പാറക്കെട്ടുകളിലും ഇത് വളരും. അന്തരീക്ഷം, മഴ, സസ്യാവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്നാണ് ഇതിന് ഈർപ്പവും പോഷകങ്ങളും ലഭിക്കുന്നത്. ഈ ഫേണിനെ നമ്മൾ ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ ഇവയുടെ റൈസോമുകൾ ചട്ടിയുടെ വശങ്ങളിൽ നന്നായി പൊതിഞ്ഞു വരും. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഇലകൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയൊരു ഷെയ്ഡിൽ വയ്ക്കുന്നതാണ് നല്ലത്. ഇവയുടെ പ്രൊപ്പഗേഷൻ സാധാരണ ഫേണുകളുടെ പ്രൊപ്പഗേഷനിൽ നിന്നും വ്യത്യസ്തമാണ്. സാധാരണ ഫേണുകളുടെ വേരുകളിൽ നിന്ന് ചെറിയ ചെടികൾ മുളച്ചു വരും. എന്നാൽ ഈ ഫേണിൽ നിന്നും അങ്ങനെ മുളച്ചു വരികയില്ല. ഇവയുടെ റൈസോം കണ്ടോ? അതിൽ വേരുകൾ കാണാം. ആ ഭാഗം കട്ട് ചെയ്ത് വേറെ ചട്ടിയിൽ നട്ടാൽ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ പുതിയ ഫേൺ അതിൽ നിന്നും വരും. അതുപോലെ തന്നെ ഇലകളോട് കൂടിയ വേരുവന്ന റൈസോം കട്ട് ചെയ്ത് നട്ടാലും നമുക്ക് പുതിയ ഫേൺ ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു സ്ലോ ഗ്രോത്തായ ഫേണാണ്. എന്നാൽ ഇവയുടെ മനോഹരമായ ഇലകളും രോമാവൃതമായ റൈസോമും മറ്റുള്ള ഫേണുകളിൽ നിന്നും ഇവയെ വ്യത്യസ്തരാക്കുന്നു. പരിചരണം തീരെ കുറവായ ഈ ഫേണിനെ നമുക്ക് ഓർണമെൻ്റൽ പ്ലാന്റായി വളർത്താവുന്നതാണ്. പുതിയൊരു ഗാർഡൻ ടിപ്പുമായി അടുത്ത വീഡിയോയിൽ കാണാം.